ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബി സാം വ്ളോഗ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ വീഡിയോക്ക് തന്നെ നിങ്ങൾ വളരെ വലിയ സപ്പോർട്ടാണ് ഞങ്ങൾ തന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. അതുപോലെ തന്നെ ഞങ്ങളോട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അതെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 6 പാക്ക്. അധികം ആരും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല, അത് ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 6 പാക്ക് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കേക്ക് ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ ഒരു പ്രാവശ്യം കേക്കിയതാണ്, നമുക്ക് ഒന്നുകൂടി ഒന്ന് വെള്ളം പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളി തൊലിക്കാട്, ഉള്ളി, ഇഞ്ചി, കരിപ്പിൻ്റെ മുളക്, അതാണ് ക്യാരറ്റൊക്കെ എടുത്തത്. ഇനി നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചും സാധനങ്ങളൊക്കെ ഒന്ന് കേക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കോഴിയൊക്കെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ മസാല, പിന്നെ കുറച്ച് മുളക് പൊടി എടുക്കാം. നമ്മൾക്ക് എരിവ് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഗരം മസാല കുറച്ച് എടുക്കണം. ഗരം മസാല പാകത്തിന് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് കുരു കളഞ്ഞ ചെറുനാരങ്ങ ഉണ്ട്, അത് നമുക്ക് പിഴിഞ്ഞ് തീറ്റെടുക്കാം. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് തൈരും തൈരും മിക്സ് ആക്കാൻ, കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. എന്താ കട്ടത്തൈരാണല്ലോ. ജാങ്കോ പാളിയടാ. അപ്പം നമ്മൾ 6 പാക്ക് ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള സംഗതിയാണ്, കത്തിക്കൊണ്ടുള്ള കളിയാണ്. അപ്പം നമുക്ക് ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. 6 പാക്ക് ഒന്ന് വരഞ്ഞെടുക്കാം. ചിക്കന് 2 ലൈന് ഇവിടെയും 2 ലൈൻ അപ്പുറത്തും. 6 പാക്ക് ആയല്ലോ. 2 ലൈന് ഇവിടെയും 2 ലൈന് 3 പാക്ക് ഈ ഭാഗത്ത്. നമ്മൾ കത്തി കൈമ കൊള്ളാതെ നോക്കണം. ജാങ്കോ, കത്തി കൈമ കൊള്ളാതെ നോക്കണം. കത്തി കൈമ കൊണ്ടാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്, പിന്നെ ചോരക്കളി ആയിരിക്കും, ആരോഗ്യത്തിന് ഹാനികരമാണ് കത്തി. അപ്പോൾ നമ്മൾ 6 പാക്ക് വരെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഉള്ളോട്ട് ആയില്ല എന്ന് തോന്നുന്നു. ഉള്ളോട്ടായില്ലെങ്കിൽ പെട്ടെന്ന്. അപ്പം നമ്മളിവിടെ കൂട്ടി വെച്ച മസാല നമുക്ക് ചേർക്കല്ലേ. അബി സ്പെഷ്യൽ മസാല. ആറ് ഇടയൊക്കെ കൊണ്ട് എന്നാലേ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. ഓക്കെ, അതെ, വാരി പൊത്തലല്ലേ. 6 പാക്കിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം, എന്നാലേ 6 പാക്ക് ചിക്കൻ്റെ ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതെ, 6 പാക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തേച്ചാലേ 6 പാക്കിൻ്റെ ഉള്ളിൽ മസാല പിടിക്കൂ അല്ലേ. യെസ്, കുറച്ച് ഉള്ളിൽ കൂടെ ഒക്കെ തേച്ച് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ ഒന്ന് കാല് പിടിച്ചോട്ടെ.
കുറച്ചുകൂടി നിൽക്കും. അപ്പം നമ്മളെ ചെക്കന് ഇവിടെ മസാലയിൽ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചെക്കൻ്റെ ചിക്കനാണ് മസാലയിൽ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തുന്നത്. 6 പാക്കൊക്കെ ആയി ഇങ്ങനെ കുട്ടപ്പനായി നിൽക്കുകയാണ്. അപ്പം ഇനി നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം മുതമിൽ വിറകൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അടുപ്പ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചട്ടി വെക്കാം. നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് പാരാം. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടാണ്. വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ചിക്കന് വെളിച്ചെണ്ണയ്ക്ക് ഇടുകയാണ്. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇവിടെ മുരിഞ്ഞിങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉള്ളി എടുത്തിന്, ഒരു ക്യാരറ്റ് എടുത്തിന്, ഒരു തക്കാളി എടുത്തിന്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിന്, അങ്ങനെ ഒരു മുളക് എടുത്തിന്. നമ്മുടെ ചിക്കൻ ഇവിടെ മുരിഞ്ഞിങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ 6 പാക്ക് ചിക്കൻ ഈ പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലേക്ക് അടിപൊളി ചിക്കനാണ്. നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ 6 പാക്ക് ചിക്കൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ തക്കാളി സോസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ നിർബന്ധമായി ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അബി ആൻഡ് സാം വ്ലോഗ്.